എല്ലാവർക്കും വിഷു ദിനാശംസകൾ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ വന്നിട്ട് കുറച്ചധികം നാളുകളായി. കാരണം എൻ്റെ ഫോണൊന്ന് കേടായിട്ടിരിക്കുകയാണ്. അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് അത്ര ക്ലാരിറ്റി ഒന്നും തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോസൊന്നും എടുക്കണ്ടായിരുന്നില്ല. പിന്നെ അതല്ലാതെ നമുക്ക് പേഴ്സണലായിട്ട് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് നമ്മുടെ വീഡിയോ വരാഞ്ഞത്. കാരണം നമുക്ക് ഇത്തവണ വിഷു ഒന്നുമില്ല കേട്ടോ. ഇത് വിഷു ദിവസത്തെ ഒരു വീഡിയോ ആണ്. നമുക്ക് ഇത്തവണ വിഷു ഒന്നുമില്ല. കാരണം എൻ്റെ അമ്മ മരിച്ചായിരുന്നു. അപ്പോൾ അധികം നാളായിട്ടില്ല. അധികം നാളെന്ന് പറഞ്ഞൊരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടിട്ട് ഒരു വർഷം കഴിയാതെ നമുക്ക് വിഷു ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത്തവണ വിഷു ഇല്ലാത്ത ആഘോഷമില്ലാത്ത വിഷുവാണിത്. പിന്നെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമുക്ക് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ എന്താണ്, ഞാൻ ഇനി പുതിയതായിട്ട് വീഡിയോകളൊക്കെ തുടങ്ങണമെന്നൊക്കെ കരുതിയിരിക്കുകയാണ്. കുറച്ച് നാൾ ഞാൻ ജോലിക്കൊക്കെ പോയായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 4 മാസം. അപ്പം അത് എന്താണ് അങ്ങനെ പോകണമെന്നുള്ള ആഗ്രഹം അങ്ങോട്ട് മതിയാക്കി. കാരണം നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് ബായി കെട്ടി ജോലിക്ക് പോകാന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ജോലിക്ക് പോയാൽ അവിടുത്തെ പണിയെടുക്കണം, ഇവിടെ വന്ന വീട്ടിലെ പണിയെടുക്കണം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ പണി തന്നെ ഒരു ജോലിയാക്കണമല്ലേ നല്ലത്. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ കരുതി എനിക്ക് പറ്റിയ പണി ഇതൊക്കെ തന്നെയാണ്. ഈ വീഡിയോ എടുക്കുക, ഇടുക. അപ്പോൾ വീട്ടിലെ പണി എന്തായാലും അതിൻ്റെ ഒപ്പം നടന്നു നോക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ പോകാം എന്ന് കരുതുന്നു. അപ്പോൾ എനിക്കിനി അടുത്ത മാസം എനിക്കൊരു പുതിയ ഫോണൊക്കെ മേടിച്ചിട്ട് വേണം, നല്ല ക്ലാരിറ്റിയുള്ള ഫോണൊക്കെ മേടിച്ചിട്ട് വേണം നമ്മുടെ ഒരു വീഡിയോ ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വിഷു ഇല്ലെങ്കിലും ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. അതുകൊണ്ടിട്ട് രാവിലെ വെള്ളയപ്പം ഉണ്ടാക്കി. അതിന് കറിയായിട്ട് മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. വെറുതെ നമ്മൾ വേറെ ഒന്നുമില്ല, സവാള കുറേ അരിഞ്ഞൂട്ടിയിടും. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞിടും. പിന്നെ എന്താണ്, മുളക്, വേപ്പില ഇത്ര ഇട്ടങ്ങാട് വഴറ്റും. അങ്ങോട്ട് ഇട്ട് വഴറ്റി അത് കഴിഞ്ഞ് മൂത്ത് വരുമ്പോൾ നന്നായിട്ട് മൂക്കണം കേട്ടോ. സവാള ശരിക്കും വാടി കഴിയുമ്പോൾ എന്താണ്, മല്ലിയില, മല്ലിയിലല്ല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുക. പിന്നെ കുറച്ച് നല്ല പച്ച മസാല പൊടിച്ചതുണ്ടല്ലോ നമ്മൾ, ആ മസാല ഇടുള്ളൂ. ഞാൻ അങ്ങനത്തെ മസാല ഇടുള്ളൂ കേട്ടോ. അല്ലാതെ ഈ ചിക്കൻ മസാല, മീറ്റ് മസാല അങ്ങനത്തെ ഒരു പതിവൊന്നുമില്ല ഇവിടെ. ഒരു പച്ച മസാല ആയിട്ട് വാങ്ങിക്കും. അത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്യാറ്. അപ്പം അതാണ് ഇടുന്നത്. പിന്നെ ഈ ഉപ്പിട്ട കയ്യിൽ എന്ന് പറയണത് നമ്മൾ പൊങ്കാല ഇടുമല്ലോ. പൊങ്കാല ഇടാൻ പോകുമ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടണ തവി എന്ന് പറയണത് ഈ മടലും കൊണ്ടുണ്ടാക്കിയ തവിയാണല്ലോ ഇളക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഈ തോൽ ഭാഗം, സ്കിൻ ഭാഗം പൊളിച്ചെടുത്തിട്ട് സ്പൂണിൻ്റെ ഒരു രീതിയിലാക്കിയിട്ട് എടുത്തതാണത്. അതാണ് ഇപ്പോൾ ഈ ഉപ്പിലും മഞ്ഞപ്പൊടിയിലൊക്കെ ഇടുന്നത്. വളരെ നല്ലൊരു സ്പൂണാണ് കേട്ടോ. വേറെ മായമൊന്നുമില്ല. സ്റ്റീലിടുമ്പോൾ ഉപ്പൊക്കെ ഇങ്ങനെ ദ്രവിച്ച് കഴിയുമ്പോൾ ഉപ്പ് വീണ് കഴിയുമ്പോൾ സ്റ്റീൽ ഇങ്ങനെ ദ്രവിച്ച പോലെയൊക്കെ വരും. അപ്പം അങ്ങനത്തെ കേടുപാടൊന്നുമില്ല. മരത്തിൻ്റെ ആകുമ്പോൾ അവിടെ കിടന്നോളും. അപ്പം അങ്ങനെ നമ്മുടെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, നമ്മുടെ മുട്ടക്കറി റെഡിയായി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി വിഷു ഇല്ല എന്തായാലും. പിന്നെ പോകാനും വീടില്ല. കാരണം അമ്മ ഉണ്ടായിരുന്നപ്പോൾ അമ്മയുടെ അടുത്ത് പോകുമായിരുന്നു. ഞാനും ചേച്ചി അവിടെ വരെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തവണ ഞങ്ങൾക്ക് പോകാനെങ്ങും ഇല്ല, സ്ഥലം ഇനി ഇല്ലാത്തതുകൊണ്ട്. ഇത്തവണയെന്നല്ല, ഇനി അങ്ങോട്ടില്ല. അപ്പോൾ എവിടെ പോകും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേച്ചിയുടെ അടുത്ത് പിന്നെ ഇനി പോകണ്ട്. അതുകൊണ്ട് പിന്നെ ഇന്ന് പോകണ്ടല്ലോ എന്ന് കരുതി 2 ദിവസം കഴിയുമ്പോൾ പോകണം.
അപ്പോൾ അങ്ങനെ ഈ എന്ത് ചെയ്യുമെന്ന് എഴുതിയിരുന്നപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് നമുക്ക് വൈപ്പിന് എന്തെന്നാണ് ചെറായി ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെറായി ബീച്ച് ലക്ഷ്യമാക്കി പോയി കുഴുപ്പള്ളിയിലോട്ട് പോയി. കുഴുപ്പള്ളി ബീച്ച് കണ്ടതിനേക്കാളും അതിമനോഹരം എന്ന് പറയാം കേട്ടോ. കാരണം ചെറായി ബീച്ചിലാണ് ഞാൻ പോയിട്ടുള്ളൂ, കുഴുപ്പള്ളിയിൽ ആദ്യമായിട്ട് പോയതാണ്. പക്ഷെ വളരെ നല്ല സ്ഥലം, വളരെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. വിഷു ആണല്ല തിരക്കൊക്കെ കുറവായിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷെ നല്ല അപാര തിരക്കായിരുന്നു കേട്ടോ. ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരണുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അതായത് ടൂർ ട്രിപ്പായിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു അധികം ആൾക്കാരില്ലാതെ ഒഴിഞ്ഞ സ്ഥലം നോക്കിയാണ് ഇങ്ങനെ നിൽക്കണത്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ കണക്കാക്കി എടുത്തതാണ്, വീഡിയോ എടുക്കാൻ കണക്കാക്കി നിന്നതാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് അധികം പേരുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ബ്രിഡ്ജിൽ കയറാനായിട്ട് ഞാൻ എന്തിനു വെറുതെ റിസ്ക് എടുക്കണേ, അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഇങ്ങനത്തേലൊക്കെ കയറാനാട്ടോ. അപ്പോൾ ഇതിൽ കയറുന്നതിന് ഭയങ്കര എന്താണ് സേഫ്റ്റിയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കെന്തോ താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ അവതല്ല, നമുക്ക് പൊതുവെ ഇങ്ങനെ അതിലൊന്നും കയറണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. നമുക്കിങ്ങനെ ആസ്വദിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അസ്തമനം കണ്ട നല്ല വീഡിയോ കാണുന്നതിനേക്കാളും ഒക്കെ വളരെ അടിപൊളിയാണ് കേട്ടോ ശരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇത് എൻ്റെ ചേച്ചിയുടെ മോളാണ്, അവളും കൂടിയാണ് പോയത് ഞങ്ങൾ. അപ്പോൾ രാത്രി അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഒരു സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് പോന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോയപ്പോൾ ഞങ്ങൾ കാവടി തുള്ളി ചിന്ത് പാടിയൊക്കെ പോയി. തിരിച്ചു വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പുത്രൻ വാളിറങ്ങിയായിട്ടാണ് വന്നത്. അതായത് വാള് വെച്ച് വശക്കേടായിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഒരു ഉത്സാഹം ഉണ്ടായില്ല. പോയപ്പോഴും അവിടെ നിന്നപ്പോഴൊന്നും പ്രശ്നം ഉണ്ടായില്ല. വന്നപ്പോൾ അത് പിന്നെ എനിക്ക് നിത്യസംഭവമാണ്, എവിടെ പോയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് എൻ്റെ പുത്രനെ വീട്ടിലാക്കിയിട്ട് ചേച്ചിയുടെ മോളെ കൊണ്ടുപോയി ആക്കാൻ വരുമ്പോഴാണ് നമ്മൾ ഈ മീൻ മേടിച്ചത്. കാരണം നമ്മൾ ഉച്ചയ്ക്ക് വെച്ച മീൻ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ മീൻ പച്ചയായിട്ട് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അത് ഉച്ചയ്ക്ക് വെക്കുകയും ചെയ്ത് അതൊരു ഇത്തിരി ഉണ്ടായുള്ളൂ. അപ്പോൾ അത് ഉച്ചയ്ക്ക് തന്നെ തീർത്തു. അപ്പം ഞങ്ങളുടെ വേറൊരു സതുദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചെറായിലൊക്കെ പോകുമ്പോൾ നല്ല കെട്ടിന്നൊക്കെ പിടിക്കണ മീനുണ്ടെങ്കിൽ നല്ല അടിപൊളി മീൻ മേടിക്കാമല്ലോ, ഫ്രഷായിട്ട് മേടിക്കാമെന്നൊക്കെ കരുതിയാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കൊച്ചിനാണെങ്കിലും തീരെ പറ്റണില്ല, അവന് വണ്ടി നിർത്താതെ പോനം. ഇടയ്ക്ക് നിർത്തുമ്പോഴാൾക്ക് ബുദ്ധിമുട്ട് തന്നെ. പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കൊരു ചേച്ചി ഇങ്ങനെ മീനായിട്ട് നിൽക്കണുണ്ട്. പക്ഷേ അതിൽ കുറച്ച് ചെമ്മീൻ മാത്രമേ ഉള്ളൂ, അതായത് ഒരു കറി വെക്കാനുള്ള ചെമ്മീനൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അയ്യോ അത് മേടിച്ചിട്ട് നഷ്ടമാണ് നമുക്ക്. അപ്പോൾ ചേച്ചി പറഞ്ഞു 8 മണി വരെയൊക്കെ നിൽക്കുകയാണെങ്കിൽ വല വീശി കഴിയുമ്പോൾ കിട്ടുമ്പോൾ ഫ്രഷായിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ അത് നമുക്ക് അത്രയും നേരം നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ടായത് കൊണ്ടിട്ട് ഞങ്ങൾ പോന്നു. പിന്നെ എന്ത് ചെയ്യും, ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു അന്ന് ഉണക്കമീൻ വല്ലതും പറക്കാമെന്നൊക്കെ കരുതി പോന്ന് ഇങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ മോളെ കൊണ്ടാക്കി വന്നപ്പോൾ എടപ്പള്ളിയിൽ ഒരു മീൻ കട തുറന്നിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി മേടിച്ചതാണ് അയില. അതങ്ങാട് മറ്റേ എന്താണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇത്തിരി അങ്ങനത്തെ രീതിയിൽ ഞാൻ ഈ അയില കിട്ടുകയാണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെക്കുള്ളൂ കേട്ടോ. അതെനിക്ക് അതിൽ മാത്രം ഞാൻ മല്ലിപ്പൊടി ഇടും, ബാക്കിയുള്ള മീനുകളിലൊന്നും അങ്ങനെ മഞ്ഞൾപ്പൊടി ഇടാറില്ല. പിന്നെ ചൂര കിട്ടുമ്പോഴും തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കും. ഇവിടെ തേങ്ങ അരച്ച് ചേർക്കണ പരിപാടിയില്ല. കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ഈ അരച്ച് ചേർക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പിശർ പോലെ കിടക്കുമല്ലോ തേങ്ങ, അത് ഇവിടെ ചേട്ടന് ഇഷ്ടമില്ല. പണ്ട് പക്ഷെ ഞാനിവിടെ വന്ന ടൈമിലൊക്കെ ഇവിടെ വെച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ തേങ്ങ അരച്ചാണ്, തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള കറി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാനായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെച്ചേ. അപ്പോൾ അതിപ്പോൾ ഇഷ്ടമാണ്, അതുകൊണ്ടിട്ട് കുഴപ്പമില്ല, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇവിടെ കൂടുതൽ ഇങ്ങനെ മുളക് ചാറാണ് പോണത്. അപ്പോൾ രാത്രിയായിട്ട് ഇതിപ്പോൾ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ് അപ്പോഴാണ് ഞാൻ ഈ കറിയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ പോയപ്പോൾ അരയ്ക്കാനിട്ട ഉഴുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആദ്യം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എന്തുണ്ടാക്കും എന്നുള്ളൊരു ചിന്തയുള്ള. അപ്പോൾ ഉഴുന്നും പച്ചരിയും കൂടി വെള്ളത്തിലിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനി അരച്ച് വെക്കും. അത് അരച്ച് വെച്ച് കഴിഞ്ഞ് രാവിലെ ആകുമ്പോൾ വല്ല ഇഡ്ഡലിയോ സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ
വളരെ സുഭിക്ഷമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാവ് അരച്ച് വെക്കണതിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ ടെൻഷനില്ല. പക്ഷേ തലേ ദിവസം ഒന്നും ചെയ്യാതെ, അതായത് മാവൊന്നുമില്ല, ഈ വല്ല എന്തെങ്കിലുമൊക്കെ പൊടികളൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം എന്തുണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. പുട്ടുണ്ടാക്കണോ, ഇടിയപ്പം ഉണ്ടാക്കണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണോ എന്നുള്ളൊരു ചിന്ത വരും. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. അത് ഈ വെള്ളയപ്പത്തിന് അരക്കുമ്പോഴും ഇല്ല, ദോശമാവിന് അരക്കുമ്പോഴും ഇല്ല കേട്ടോ. പിന്നെ ആണെങ്കിൽ ദോശ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുക, ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ വെള്ളം എടുത്ത് ഇതിൽ വെച്ചേക്കും കേട്ടോ. കാരണം ഞങ്ങളുടെ ഇവിടെ പൈപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കിണറ്റിലെ വെള്ളത്തിന് ഭയങ്കര കട്ടിച്ചൊവയാണ്. അടുത്ത് പുഴയൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ഭയങ്കര കട്ടിച്ചൊവ ആയതുകൊണ്ടിട്ട് ഞങ്ങളിപ്പോൾ പൈപ്പിലെ വെള്ളമാണ്. കാരണം നമുക്ക് ജലമിഷൻ വഴി ഫ്രീ ആയിട്ട് പൈപ്പ് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ പൈപ്പ് വെള്ളം വേണമെങ്കിൽ ധാരാളമായിട്ട് ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ടിട്ട് കറിക്ക് വെക്കാനും എല്ലാത്തിനും കഞ്ഞിക്കൊക്കെ നമ്മൾ പൈപ്പ് വെള്ളം ഉപയോഗിക്കും. ബാക്കി തുടയ്ക്കാനും അടിക്കാനും കുളിക്കാനൊക്കെ നമ്മുടെ കിണറ്റിൽ വെള്ളം ഉപയോഗിക്കും. അപ്പം അതങ്ങനെയാണ്. വല്ലാത്ത ചൂടാണ് കേട്ടോ. ഞങ്ങളുടെ അടുക്കളയിൽ നിൽക്കാൻ പറ്റൂല. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഉരുകി വേർത്തേ ഭയങ്കരമായിട്ട് നനയും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയുടെ അടുത്തുണ്ടായിരുന്നതാണ്. അപ്പോൾ അമ്മ മരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഈ സാധനങ്ങളൊന്നും വേറെ എങ്ങും വെക്കാൻ പറ്റില്ല. വാടകയ്ക്കായിരുന്നത് കൊണ്ടിട്ട് നമ്മൾ ഈ സാധനങ്ങൾ പപ്പാതിയാക്കി 2 പേരും കൂടി കൊണ്ടുവന്നേ ചെയ്ത്. അപ്പോൾ അതിൽ ഞാൻ ഈ ഫാൻ കൊണ്ടുവന്നു. ഫാനാണെങ്കിൽ ഇത് അനങ്ങേയില്ലായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്തിട്ട് ഇതിങ്ങനെ അതിൻ്റെ പുറത്തെ ചട്ടയൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഓൺ ചെയ്യണമ്പോൾ ഇത് ഞാൻ എൻ്റെ കൈ കൊണ്ട് കറക്കും. അപ്പോൾ അതിങ്ങനെ കറങ്ങിക്കോളും. അല്ലാതെ ഓൺ ചെയ്യുമ്പോൾ അത് സ്വന്തമായിട്ട് കറങ്ങൂല. അപ്പോൾ എന്നാലും ഉപകാരമാണ്. കറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാറ്റും കിട്ടും. അപ്പം അങ്ങനെ നമ്മുടെ ഫാനും റെഡിയായി, മാവും റെഡിയായി, ഫാനും കറങ്ങി, അങ്ങനെയൊക്കെ പോണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചോറുണ്ണാറായിട്ടുണ്ട്. അപ്പം ചോറുണ്ടിട്ട് എവിടെയെങ്കിലും ഒന്ന് തൂങ്ങിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതാണ്. കാരണം ഇവനിങ്ങനെ ആയതുകൊണ്ടിട്ട് നമ്മളും ആവശ്യതയായിപ്പോയി. പോയപ്പോൾ ഭാഗ്യത്തിന് എന്തോ കുരുത്തം പോലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. വന്നപ്പോഴാണ് ആൾക്ക് പറ്റാഞ്ഞ. ഒന്നാമത്തെ എനിക്ക് തോന്നുന്നു ഭയങ്കര ചൂടും ഉണ്ടല്ലോ, അതുകൊണ്ടിട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട് കേട്ടോ മക്കളെ. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി മുതൽ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാം എന്ന് ശ്രമിക്കുന്നുണ്ട്. വീഡിയോ ഇട്ട് പഴയ പോലെ നല്ല രീതിക്ക് പോകണമെന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ നിർത്തിപ്പോയി. പക്ഷേ അതെൻ്റെ അവസ്ഥ കൊണ്ടായിരുന്നു. അപ്പം ഇനി വീണ്ടും തുടരണതാണ്. അപ്പം ഇതാവുമ്പോൾ നമുക്ക് വേറെ പണിയൊന്നുമില്ല. സുഖമായിട്ട് നമ്മുടെ വീട്ടിലെ പണിയും നടക്കും, നമ്മുടെ ജോലിയും നടക്കും. നമുക്കൊരു മനസ്സിനൊരു സന്തോഷമുണ്ട്. അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വെറുതെ ഇരുന്ന് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കൂട്ടുക എന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല. ഇത് ഇങ്ങനെയൊക്കെ വല്ലതൊക്കെ എടുത്തിടുമ്പോൾ നമ്മുടെ തന്നെ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു സന്തോഷവും തോന്നും. അപ്പോൾ നമ്മുടെ ചാനലിലുള്ളവർക്കും പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്കും എല്ലാവർക്കും എൻ്റെ വിഷുദിന ആശംസകൾ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, നമ്മുടെ ചാനലൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് തരണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ.